ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഗുരുദർശനത്തിന്റെ 14-ാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ 10-ാം അധ്യായം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള ഒരുക്കം എന്ന ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെയും വളർച്ചയുടെയും അടിസ്ഥാനമാണ് വിശുദ്ധ കുർബാന. പെസഹ തിരുനാളിൽ സെഹിയോൻ മാളികയിൽ വെച്ച് ക്രിസ്തു തന്റെ ഓർമ്മയ്ക്കായി അപ്പവും വീഞ്ഞും തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിക്കൊണ്ട് തുടങ്ങിയതാണ് പരിശുദ്ധ കുർബാന. മനുഷ്യരാശിയോടുള്ള തമ്പുരാന്റെ സ്നേഹത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് തന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവൻ എപ്രകാരമുള്ള വ്യക്തിയായിരിക്കണം? അതിനുള്ള ഉത്തരവും പിതാവ് നമുക്ക് നൽകുന്നുണ്ട്. മാമോദീസായും മോറോനഭിഷേകവും സ്വീകരിച്ച വ്യക്തിയായിരിക്കണം. സ്വന്തം ജീവിതത്തെ തന്നെത്താൻ പരിശോധിച്ചിട്ട് അനുതപിക്കുകയും കുമ്പസരിക്കുകയും ചെയ്ത് പാപമോചനം നേടിയ വ്യക്തിയായിരിക്കണം. ദൃഢവിശ്വാസമുള്ളവനായിരിക്കണം. യേശു മിശിഹായുടെ ബലിയിൽ ആശ്രയിച്ചിരിക്കുന്നവൻ ആയിരിക്കണം. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നവനായിരിക്കണം. ഇവയൊക്കെയാണ് പിതാവ് നമുക്ക് നൽകുന്ന ഉത്തരങ്ങൾ. പ്രിയമുള്ളവരെ, ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ തിരുനാളിലൂടെ നാം യാത്ര ചെയ്യുന്ന ഈ വേളയിൽ പിതാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിലാണോ നാം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഓരോ പരിശുദ്ധ കുർബാനയും ദൈവം തന്റെ നിത്യസ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന നിമിഷമാണ്. ഇവിടെയാണ് ആ സ്നേഹിതനായ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നാം തിരികെ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കാം. കാരണം പരിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പ്രകടിപ്പിക്കുവാൻ കൂടിയുള്ള ഒരു സമയമാണ്. നിത്യസ്നേഹത്തിന്റെ ഉറവിടമായ യേശു തമ്പുരാൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ് പരിശുദ്ധ കുർബാന. അപ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന യേശു തമ്പുരാനെ അനുഭവിക്കാൻ നമുക്ക് അനുതാപത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും വിശുദ്ധി പ്രാപിച്ച ഒരു ഹൃദയവും ശരീരവും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഓരോ കുർബാന അനുഭവവും പൂർണ്ണത പ്രാപിക്കുന്നത്. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടി ശുദ്ധിയുള്ള ഒരു ഹൃദയത്തോടും എല്ലാവരെയും സ്നേഹിക്കുന്നതും ദൃഢവിശ്വാസമുള്ളതുമായ ഒരു വ്യക്തിയായും പരിണമിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവത്തിന് നമുക്കൊരുങ്ങാം. അതിനായി ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മധ്യസ്ഥതയിൽ സർവശക്തനായ ദൈവത്തോട് നമുക്ക് അനുഗ്രഹങ്ങളും കൃപയും അപേക്ഷിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.